നമസ്കാരം, ഞാൻ ആവണി. ഒരാഴ്ച വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബഷീർ അനുസ്മരണ ദിനം ഇമ്മിണി വലിയ ആഘോഷമാണ്. കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബഷീർ അനുസ്മരണ ദിനമായ ഇമ്മിണി വലിയ ഒന്ന് വേഷമിട്ട വൈക്കം മുഹമ്മദ് ബഷീറും 10 കഥാപാത്രങ്ങളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി ബീന ടീച്ചർ അധ്യക്ഷയായ ചടങ്ങിൽ വിദ്യാരംഗം കൺവീനർ ശ്രീമതി സുമി ടീച്ചർ സ്വാഗതം ആശംസിച്ചു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്രീ സുധീർ സാർ രസകരമായ ബഷീറിനെ കുറിച്ചുള്ള കഥ കുട്ടികൾക്ക് പകർന്നു നൽകി. ഇമ്മിണി വലിയ ഒന്ന് പ്രമേയമാകുന്ന സ്കിറ്റും ബഷീറിന്റെ കൃതികളും കഥാപാത്രങ്ങളും ഉൾക്കൊള്ളുന്ന LP വിഭാഗം കുട്ടികളുടെ ഒപ്പനകളിൽ അരങ്ങേറി. ആ രണ്ട് പുഴകളും ഒഴുകുന്നത് അവിടെ ചേരുമ്പോ വലിയ പുഴയായിരുന്നു. ഇമ്മിണി വലിയ പുഴ. ഋതിക ഇമ്മിണി വലിയ ബഷീർ എന്ന കവിതയും ജ്യോതിമ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതിയുടെ വായനാ അനുഭവം കുട്ടികൾക്ക് സമ്മാനിച്ചു. ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിന്റെ ഓഡിയോ ബുക്ക് പ്രകാശനം HM ബീന ടീച്ചർ നിർവഹിച്ചു. സജിത ടീച്ചറുടെയും സുധീർ സാറിന്റെയും ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ ഗാനാലാപനം ചടങ്ങിന് മോടികൂട്ടി. ശേഷം നീലവെളിച്ചം എന്ന സിനിമ പ്രദർശനം നടന്നു. സ്റ്റാഫ് സെക്രട്ടറി ഹേമചന്ദ്രൻ സാർ ചടങ്ങിൽ സന്നിഹിതരായവർക്ക് നന്ദി പ്രകാശിപ്പിച്ചു. അധ്യാപകരായ ശ്രീലേഖ ടീച്ചർ, മെഹറിനീസ ടീച്ചർ, രശ്മി ടീച്ചർ, സജിത ടീച്ചർ, നിഷ ടീച്ചർ, ആശ ടീച്ചർ, സുമി ടീച്ചർ, സിദ്ധാർത്ഥ സാർ, ഹേമചന്ദ്രൻ സാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതവും ജീവിതബന്ധിയും ആകണമെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു വ്യാഴാഴ്ച കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. വ്യക്തി ശുചിത്വത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ് പരിസര ശുചിത്വവും എന്നവർ ലോകത്തോട് പറഞ്ഞു. അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂളിലെ വിവിധ ഭാഗങ്ങൾ കുട്ടികൾ സ്വന്തമായി ഏറ്റെടുത്ത് വൃത്തിയാക്കുകയും ചെടികൾ നട്ട് മനോഹരമാക്കുകയും ചെയ്തു. ക്ലാസ് മുറിയിലെ അറിവിനും അപ്പുറമുള്ള വലിയ പാഠശാലയാണ് ജീവിതമെന്ന് കുട്ടികൾ പഠിക്കണം. അതിന് ഏറ്റവും നല്ല പാഠപുസ്തകമാണ് പ്രകൃതിയും പരസ്പര സഹകരണവും നന്മയുമെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി മാസം തോറും നടത്തിവരാറുള്ള മൂല്യനിർണ്ണയ പരീക്ഷയെ തുടർന്നുള്ള PTA മീറ്റിംഗ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഹൈസ്കൂൾ IT ലാബിൽ വെച്ച് നടന്നു. നമുക്ക് മൊത്തം 10ാം ക്ലാസ്സിൽ 125 കുട്ടികളാണ് ഉള്ളത്. അതിൽ 125 പേരൻസ് പങ്കെടുക്കേണ്ട സ്ഥാനത്ത് നമുക്ക് 76 പേര് മാത്രമാണ് ഈ ആദ്യത്തെ നമ്മുടെ PTA പങ്കെടുത്തത്. അപ്പോൾ പൊതുവെ പേരൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാ മാസത്തിലും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നടത്തിയതുപോലെയുള്ള യൂണിറ്റ് ടെസ്റ്റ് നടത്തിയതുപോലെ എല്ലാ മാസവും യൂണിറ്റ് ടെസ്റ്റ് നടത്തി അത് വിലയിരുത്തി ഇതുപോലെ ഒരു പേരൻസ് മീറ്റിംഗ് വിളിക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിന് പ്രായോഗികത ഇല്ല. അത് നമുക്ക് നടത്താൻ ഒരുപാട് അസൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ടെർമിനൽ എക്സാമിന് മുന്നേയും ഇതുപോലെ ഓരോ യൂണിറ്റ് ടെസ്റ്റ് നടത്തി പേരൻസിനെ വിളിക്കാം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അഭിപ്രായം നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പേരൻസ് എല്ലാവരും പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്യും. കുട്ടികളുടെ പഠന നിലവാരവും അനുബന്ധ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ച നടന്നു. HM ശ്രീമതി ബീന ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ പ്രമോദ് സാർ, ഹൈസ്കൂൾ വിഭാഗം SRG സുജ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ഹേമചന്ദ്രൻ സാർ എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി.
ഹൈസ്കൂൾ വിഭാഗത്തിലെ മുഴുവൻ അധ്യാപകരും ചർച്ചയിൽ പങ്കെടുത്തു. കണ്ടും കേട്ടും തൊട്ടും അനുഭവിച്ചറിഞ്ഞുമാണ് കുട്ടികൾ പഠിക്കേണ്ടത്. അങ്ങനെ നേടുന്ന അറിവുകൾ ജീവിതകാലം മുഴുവനും നിലനിൽക്കും എന്ന സങ്കല്പത്തെ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു UP വിഭാഗം സയൻസ് അധ്യാപികയായ അനു ടീച്ചർ. അതിനകത്തുനിന്ന് പുറത്തിട്. ഈ പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ രണ്ടാമത്തെ പാഠത്തിൽ അവർക്ക് കൃത്യമായിട്ട് പഠിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവർ ഈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ തന്നെ ഒരു ക്ലാസ്സിൽ ഇത് ചെയ്ത് അവതരിപ്പിക്കാം എന്നുള്ള രീതിയിൽ ലാബിൽ നിന്ന് എല്ലാ സാധനങ്ങളുമായിട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ തലേദിവസം പറഞ്ഞിരുന്ന കുട്ടികളോട് ഇന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. ക്ലാസ്സിൽ ഓരോ കുട്ടിയും ഈ എല്ലാ സാധനങ്ങളും അവരുടെ സയൻസ് കിറ്റ് എന്നൊരു സാധനം അവർക്ക് ഉണ്ടാക്കാനുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, ഒന്നുപോലും വിടാതെ എല്ലാ കുട്ടികളും ഇതെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്ത് കാണിച്ചില്ല എങ്കിൽ അത് ഭയങ്കര ഒരു തെറ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഓരോ കുട്ടിയും അവർ തന്നെ സ്വന്തമായിട്ട് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ട് ചെയ്യുകയും അവരത് അവരുടെ ശാസ്ത്ര പുസ്തകത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. അത് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ക്ലാസ് മുറിയെ പരീക്ഷണശാലയാക്കി കുട്ടികൾക്ക് അറിവിന്റെ കൗതുക ലോകം സമ്മാനിച്ച് എപ്പോഴും വേറിട്ട പഠന സാഹചര്യം ഒരുക്കുന്ന അധ്യാപികയാണ് അനു ടീച്ചർ. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.